ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലക്ഷദ്വീപിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലക്ഷദ്വീപിനെ കുറിച്ച് എന്ത് പറയാന്നല്ലേ, ഞങ്ങൾ ഈ ഇടയ്ക്ക് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു കേട്ടോ. സോ ലക്ഷദ്വീപ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് പോകണമെന്ന്. പ്രത്യേകിച്ച് നമുക്ക് അനാർക്കലി മൂവി ഉണ്ടല്ലോ, മലയാളം മൂവി. സോ ഈ ഒരു മൂവി കണ്ട തൊട്ട് എനിക്ക് ആഗ്രഹമാണ് ലക്ഷദ്വീപ് പോകണമെന്ന്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ. സോ അന്ന് നമുക്കത് പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. സോ വർഷങ്ങൾക്കിപ്പറേ നമുക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചു. ഭാഗ്യം എന്ന് തന്നെ പറയൂ കേട്ടോ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. സോ 2025 മെയ് മാസത്തിലാണ് ഞങ്ങൾ ലക്ഷദ്വീപ് പോയിട്ടുണ്ടായിരുന്നത്. സോ ലക്ഷദ്വീപ് പോവുകയാണെങ്കിൽ പാക്കേജ് എടുക്കുന്നത് നല്ലതാണോ, ഏത് പാക്കേജാണ് നല്ലത്? ഞങ്ങൾ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പല ഫ്രണ്ട്സൊക്കെ ചോദിച്ചതാണ്, എങ്ങനെയാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്? കുറച്ച് പാടുള്ള കാര്യമല്ലേ ലക്ഷദ്വീപ് പോകുന്നതെന്നൊക്കെ വെച്ചാൽ എത്ര രൂപ എക്സ്പെൻസ് വരും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പിന്നെ ഞങ്ങൾ ലക്ഷദ്വീപ് പോയപ്പോൾ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ചാർജസ് കൂടിയിട്ടുണ്ടായിരുന്നു എക്സ്പെൻസസിന്റെ കേസിൽ. സോ അപ്പൊ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് എക്സ്പെൻസസ് കുറയ്ക്കാൻ സാധിക്കും, എങ്ങനെ അവിടെ എത്തിച്ചേരാം, ഫ്ലൈറ്റിന്റെ കാര്യം അല്ലെങ്കിൽ ഷിപ്പ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷെ നിങ്ങൾ ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലെ ഓരോ കാര്യങ്ങളും ഹെൽപ്ഫുൾ ആവുന്നതാണ് കേട്ടോ. സോ ലക്ഷദ്വീപ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് അറിയാമല്ലോ. യൂട്യൂബിലൊക്കെ ഇതിന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലക്ഷദ്വീപിന്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഞാൻ ഈ മേൽപ്പറഞ്ഞ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ലക്ഷദ്വീപ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ചാടിക്കയറി നമുക്ക് പോകാൻ പറ്റില്ല. മറ്റേത് പ്ലേസിലാണെങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പോകാൻ പറ്റും. പക്ഷെ ലക്ഷദ്വീപ് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം മുന്നെയെങ്കിലും ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ലക്ഷദ്വീപ് നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വേണ്ട ഒരു കാര്യമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് വേറെ കേസുകളോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് പെർമിറ്റ്. പെർമിറ്റ് എന്താണ്? ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണം. അപ്പൊ ലക്ഷദ്വീപിലുള്ള ആളുടെ മുഖേനയാണ് നമ്മൾ പെർമിറ്റ് എടുക്കുന്നത്. സോ ഞങ്ങൾക്ക് ലക്ഷദ്വീപിലെ ആരുമായിട്ട് പരിചയം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പാക്കേജ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പാക്കേജ് ത്രൂ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് വേറെ തലവേദനകളൊന്നും ഇല്ലാതെ ഇതിന്റെ പിറകെ ഓടാതെ എല്ലാ കാര്യങ്ങളും പാക്കേജിന്റെ ആ ഒരു ഏജൻസി തന്നെ നമുക്ക് റെഡിയാക്കി തരും. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളൊരു മെയ് മന്തിലാണ് ലക്ഷദ്വീപ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന്റെ പ്ലാന് ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി ആയപ്പോഴാണ് ഞാൻ കരുതിയത് ഇത്തവണ നമുക്ക് ലക്ഷദ്വീപ് പോവാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ജനുവരി ഒരു പകുതി തൊട്ട് ഏതാണ് നല്ല പാക്കേജ് എന്നുള്ള കാര്യം ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നോക്കാൻ തുടങ്ങി. ഒരുപാട് റിവ്യൂസ് കണ്ടു. ഏതാണ് ഇതിൽ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പലരും പല പാക്കേജസ് ഉണ്ടാവും പലരുടെ കയ്യിൽ. അതിൽ റേറ്റ് കൂടിയതുണ്ടാവും, കുറഞ്ഞതുണ്ടാവും, മേ ബി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ വ്യത്യസ്തതകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ നോക്കി ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ബെസ്റ്റ് ടൂർസ് എന്നുള്ള ഒരു പാക്കേജ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബെസ്റ്റ് ടൂർസ് എന്നാണ് അവരെ പേര് കേട്ടോ. സോ ഞാൻ അവരെ ചൂസ് ചെയ്തു. കാരണം അവരുടെ അടുത്ത് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മറുപടികളായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഡൗട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവരെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് ലക്ഷദ്വീപ് പോയത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ആയിരുന്നു, കപ്പിളായിട്ടായിരുന്നു കേട്ടോ. സോ ഒരാൾക്ക് ഞങ്ങൾക്ക് പാക്കേജ് കോസ്റ്റ് വന്നത് 11,000 രൂപയാണ്. 11,000 റുപ്പീസ് ആണ്. 2 പേർക്ക് കൂടെ 22,000 ആണ് ആയത്. സോ ഈ ഒരു 22,000 വിത്തൗട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് കേട്ടോ. ഈ നിങ്ങൾ പാക്കേജസ് നോക്കിക്കഴിഞ്ഞാൽ ചിലര് വിത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ചേർത്ത് തരുന്ന പാക്കേജസ് ഉണ്ടാവും. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വിത്തൗട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്ന പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഏജൻസി ത്രൂ ആണ് നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ചാർജസ് അവിടെ കൂടും. ഓക്കെ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യമാണല്ലോ. സോ നിങ്ങൾ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക, പാക്കേജ് മാത്രം നോർമൽ ആയിട്ട് എടുക്കുക. സോ ഞങ്ങൾ ഇവരുടെ ഈ ഒരു പാക്കേജ് എടുത്ത സമയത്ത് ഇവർക്ക് തന്നെ 2 ടൈപ്പ് പാക്കേജ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പാക്കേജും ഉണ്ട്, പ്രീമിയം പാക്കേജും ഉണ്ട്.
സോ ഈ പ്രീമിയം പാക്കേജ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഉള്ള ഹോം സ്റ്റേ ഒക്കെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ളതായിരിക്കും, കൂടുതൽ എക്സ്ട്രാ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കാര്യമായിരിക്കും. സോ ഞങ്ങൾക്ക് നോർമൽ മതി എന്ന് പറഞ്ഞു. സോ ഒരാൾക്ക് 11,000 വരുന്ന സ്റ്റാൻഡേർഡ് പാക്കേജ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പാക്കേജ് റേറ്റ് ഒക്കെ മിക്കയിടത്തും കൂടിയിട്ടുണ്ട്. ഒരാൾക്ക് മേ ബി ഒരു 15,000 14,000 ഒക്കെ മിക്കപ്പോഴും വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് ബെസ്റ്റ് ഏതാന്ന് വെച്ചാലുള്ള പാക്കേജ് എടുക്കുക. സോ ഈ ഒരു 11,000 പാക്കേജിൽ ഒരാൾക്കാണ് കേട്ടോ 4 days 3 night വരുന്ന പാക്കേജാണ്. 3 night എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 3 രാത്രികൾ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. 4 രാവിലെ സമയം നിങ്ങൾ അവിടെ ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞങ്ങൾ ഒരു വ്യാഴാഴ്ച അവിടെ എത്തി, ഞായറാഴ്ച തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ 4 days 3 night ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പാക്കേജ് എടുത്താലും വളരെ നമുക്കിങ്ങനെ അവിടെ വലിയ റിസോർട്ടോ അങ്ങനെയുള്ള ഭയങ്കര സെറ്റപ്പുകളൊന്നുമില്ല, കാരണം അതൊരു ചെറിയ സ്ഥലമാണല്ലോ. സോ ഞങ്ങളെടുത്ത ഹോം സ്റ്റേ ആയിരുന്നു. ഒരു വീട്ടിൽ തന്നെ കുറച്ച് റൂംസ് ഒക്കെ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയതൊക്കെ. മിക്കവരും ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല റൂംസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ പാക്കേജ് റേറ്റ് എത്രയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, കംപ്ലീറ്റ് ഫുഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് 11,000 ഞങ്ങൾക്ക് വന്നതിൽ. അതായത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഇതിന് പുറമെ തന്നെ ചെറിയ അവരുടെ സ്നാക്സ്, ടീ, അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സൈറ്റ് വിസിറ്റിംഗ്, അതായത് നമ്മൾ ഹോം സ്റ്റേയിൽ നിന്ന് ഓരോ ബീച്ചിലേക്ക് അല്ലെങ്കിൽ മറ്റ് നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ടല്ലോ, അവിടെ ഓരോടത്തും നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഉള്ളത് വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കയാക്കിങ്, ബോട്ട് റൈഡ്, ഗ്ലാസ് ബോട്ട് റൈഡ്, അതായത് ഗ്ലാസ് ഇട്ട ഒരു ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകും. കയാക്കിങ് അറിയായിരിക്കുമല്ലോ, ഒരു വാട്ടർ ആക്ടിവിറ്റി ആണ്. പിന്നെ അങ്ങനെ കുറച്ച് സ്കൂബ ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ചെറിയ ചെറിയ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിനെല്ലാം കൂടെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നമുക്ക് ഈ ഒരു ചാർജ് വന്നത്. ഒരാൾക്ക് 11,000, 2 പേർക്ക് കൂടെ 22. സോ നമ്മൾ ഈ ഒരു പാക്കേജ് എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എമൗണ്ട് ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് സ്കൂബയ്ക്കോ എന്തെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ചാർജ് ആവുള്ളൂ, വേറെ അവിടെ ചെന്നിട്ട് വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇനി ഇത് ബുക്ക് ചെയ്തു അങ്ങനെയുള്ള കാര്യമൊക്കെ പറയാം. സോ ഇവരുടെ പാക്കേജ് ഒക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആക്കി നോക്കി, ഓക്കെ ആയി. അങ്ങനെ ഇവരുടെ ഭാഗത്ത് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മാർഗം വഴിയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പ് വഴി അവിടെ എത്താം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മുഖേനയും ലക്ഷദ്വീപിൽ എത്താം. ലക്ഷദ്വീപിൽ അഗത്തി ഐലൻഡ് അവിടെയാണ് എത്തുന്നത്. സോ ഏറ്റവും നല്ല മാർഗം ഫ്ലൈറ്റ് ത്രൂ ലക്ഷദ്വീപിൽ എത്തുക എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും സീസണൽ ടൈമിൽ ലക്ഷദ്വീപ് അഗത്തി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഷിപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മേ ബി പെട്ടെന്ന് അത് ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മീൻസ് ഇപ്പോൾ കടൽക്ഷോഭം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാൽ ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേണി തന്നെ കംപ്ലീറ്റ് അവിടെ വെച്ചില്ലാതാവും. സോ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഫ്ലൈറ്റിൽ പോകാന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്നുണ്ടോ കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത് നമുക്കവിടെ അലയൻസ് എയർ എന്നുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു വിമാനമാണ്. സോ അതിൽ ഞങ്ങൾക്ക് വന്ന കോസ്റ്റ് 2 പേർക്ക് കൂടെ 10,500 ആണ് കേട്ടോ. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു സീസണൽ ടൈമാണ്, ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു 4,000 സംതിങ് ആണ് വന്നത്. ടാക്സ് ഒക്കെ ചേർത്ത് 5,000 ഒരാൾക്ക് വന്നു. 2 പേർക്ക് കൂടെ 10,500 വന്നു കേട്ടോ. ഞങ്ങൾ മെയിൽ പോവാനുള്ള ഈ ഒരു ട്രിപ്പിന് 2.5 മാസം മുന്നേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങളും അതുപോലെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക, എങ്കിലേ കറക്റ്റ് എല്ലാം ഓക്കെ ആവുള്ളൂ. കുറച്ചുകൂടെയൊക്കെ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി ഇതിലും കുറച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. 2 മാസത്തിനൊക്കെ മുന്നേ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിന്റെ ഏകദേശം ഒരു ചാർജ് മനസ്സിലായല്ലോ. ഒരാൾക്ക് ഒരു 5,000 രൂപയെങ്കിലും വരും ഏകദേശം. ചിലപ്പോൾ ഒരു 3,000 കിട്ടാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ നോക്കി ഇരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്തോടുകൂടി കൊച്ചിൻ എയർപോർട്ടിന്റെ അവിടെ എത്തിയത്, അങ്ങനെയാണ് ചെയ്തത്. സോ അവിടെ നിന്ന് ഒരു 8:45 സമയത്തൊക്കെ 8:45 സമയത്താണ് രാവിലെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 10 മണിയോടുകൂടി 1.25 മണിക്കൂർ കൊണ്ട്
അഗത്തി എയർപോർട്ടിൽ ചെന്നു കേട്ടോ. അഗത്തി എയർപോർട്ട് ഒരു കുഞ്ഞ് എയർപോർട്ടാണ്, പക്ഷെ അവിടെ ചെന്ന് കയറിയാൽ ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ പോലും ഈ ഐലൻഡ് ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഈ ബ്ലൂ കടലിന്റെ ഇടയിലെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, അവിടെയുള്ള കാര്യങ്ങൾ ബാക്കി പറയാം. അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ എത്തി, ഒരു 10 മണിയോടുകൂടി എത്തി. അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു പാക്കേജിന്റെ ഏജൻസിയുടെ ആൾ അവിടെ വരും. നിങ്ങൾ ഏത് പാക്കേജ് ആണോ എടുക്കുന്നത് അതിന്റെ ആള് വരും. അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി ഹോം സ്റ്റേയിൽ നമ്മൾ എവിടെയാണോ അക്കോമഡേഷൻ റെഡി ആക്കിയിട്ടുള്ളത് അവിടെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള എത്രയാണ് എക്സ്പെൻസ് ആയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇനി എങ്ങനെയാണ് നമുക്ക് തിരിച്ച് കേരളത്തിൽ എത്തിയെന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് ട്രിപ്പിന്റെ കേസിൽ. ഞങ്ങൾ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്യാൻ ഇരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് ഒരു തിരക്കായപ്പോൾ ഞങ്ങൾ പോയി ഒരു 1 hour കഴിഞ്ഞിട്ടാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടിരുന്നത്. അതായത് അഗത്തിയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരുന്നപ്പോഴാണ് ആ ഒരു സദ്യ നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റും ഫുള്ളായി പോയി. അതായത് അന്നത്തെയും ഫുള്ളായി, പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസത്തെയും ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഫില്ലായി പോയായിരുന്നു. അപ്പൊ ഞങ്ങൾ ആകെ ഒരു പെട്ട അവസ്ഥയായിപ്പോയി. കാരണം അങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയല്ലോ, പിന്നെ അവിടെ പോയി 1-2 ദിവസം അഡീഷണൽ നിൽക്കാനുള്ള ഒരു വഴിയില്ല. കാരണം നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് ലീവ് എടുത്തിട്ടാണ് ഈ ഒരു ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനി കൂടുതൽ ലീവ് നമുക്ക് വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടില്ല, ഓഫീസിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും ഈ പറഞ്ഞ ഓൾറെഡി ഫിക്സ് ചെയ്ത 4th ഡേയിൽ തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പാക്കേജ് എടുത്ത് ഏജൻസിയുടെ അടുത്ത് ഈ കാര്യം അറിയിച്ചു. അങ്ങോട്ടുള്ള ടിക്കറ്റ് കിട്ടി, ഇങ്ങോട്ടുള്ള ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗോവയിലേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്, അതാണെങ്കിൽ എക്സ്പെൻസ് കുറവാണ്, നമ്മൾ കൊച്ചിയിലേക്ക് വരുന്ന പോലെ തന്നെ എക്സ്പെൻസ് കുറച്ചുകൂടെ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് ഗോവയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരാൾക്കൊരു 3,000 to 4,000 സംതിങ് ആയുള്ളൂ. 2 പേർ കൂടെ 8,500 ആണെന്ന് ടോട്ടൽ വന്നത്, ടാക്സ് ഒക്കെ ചേർത്തിട്ട് വന്നത്. അങ്ങനെ ഗോവയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഗോവ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും പിന്നെ കേരളത്തിൽ എത്താം എന്ന് ഒരിതുണ്ടായിരുന്നു. അപ്പോൾ ഗോവയിൽ നിന്ന് നിങ്ങൾ കേരളത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രെയിൻ മാർഗം വരാം, പക്ഷെ അത് കുറച്ചധികം സമയം എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു 10-16 മണിക്കൂറോളം ട്രെയിനിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്രയും സമയവും അവിടെ കളയാനായിട്ടില്ല. കാരണം ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേന്ന് ജോലിക്ക് പോകാനുണ്ട്. കാരണം 3-4 ദിവസം ലീവ് എടുത്താണല്ലോ പോകുന്നത്. അപ്പൊ പിറ്റേന്ന് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഗോവയിൽ നിന്ന് ട്രിവാൻഡ്രത്തിലേക്ക്, നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഇങ്ങോട്ടത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്കൊരു 10-15 രൂപയ്ക്ക് മുകളിൽ നല്ലൊരു നമ്മുടെ എക്സ്പെൻസ് കൂടിയത് അവിടെയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞങ്ങൾ ആ ഒരു റിട്ടേൺ ടിക്കറ്റ് ഒരേ സമയത്ത് തന്നെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു 15,000 രൂപയുടെ ഒരു ഡിഡക്ഷൻ ഉണ്ടാക്കാമായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളും ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ, ഇവിടെ നിന്നുള്ള ഏത് ട്രിപ്പാണെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഒരേ സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുക. സോ നിങ്ങൾ അഗത്തിയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് ഉള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഫ്ലൈറ്റ് ചാർജ് കുറഞ്ഞത് നോക്കി നിങ്ങൾക്ക് തിരിച്ച് കേരളത്തിൽ എത്താവുന്നതാണ്. അപ്പോൾ അറൗണ്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ചാർജ് മാത്രം ഒരു എത്രയാണ് 30-35,000 രൂപ ആയിരുന്നു 2 പേർ കൂടെ കേട്ടോ. കാരണം ഗോവയിൽ പോയിട്ട് വന്നുകൊണ്ടാണ് അത്രയും ചാർജ് കൂടിയത്. ഗോവയിൽ നിന്ന് ട്രിവാൻഡ്രം എത്താനായിട്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാർജസ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് ഈ ലക്ഷദ്വീപ് പോകാനായിട്ട് പാക്കേജിനെക്കാളും ചാർജസ് വരുന്നത് ഫ്ലൈറ്റ് ചാർജസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഷിപ്പ് വഴി പോകാനേ ഉള്ളൂ, അങ്ങനെ ഒരു സ്കോപ്പേ ഉള്ളൂ. പക്ഷെ ഷിപ്പ് ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് ക്യാൻസൽ ആവാനും സാധ്യതകളുണ്ട്. അപ്പൊ ആ കാര്യത്തോടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ചാർജാണ് നമുക്ക് ലക്ഷദ്വീപ് പോകാനും വരാനുമായിട്ട് ആയത്. പിന്നെ അഡീഷണൽ ചാർജ് വരുന്നത് നിങ്ങൾ ലക്ഷദ്വീപ് ചെന്നിട്ട് എന്തെങ്കിലും അതർ വാട്ടർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൂടുതൽ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാം. ലക്ഷദ്വീപ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് പോകേണ്ട ഒരു കാര്യമാണ് സ്കൂബ അറിയാമല്ലോ, വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അവിടെയുള്ള ഈ പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂബ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിനെയൊക്കെ കാണും ഏറ്റവും ബെസ്റ്റ് ലക്ഷദ്വീപിൽ സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ലക്ഷദ്വീപിൽ സ്കൂബയ്ക്ക് പോകുന്ന തന്നെയാണ്. കാരണം ലക്ഷദ്വീപിന്റെ ആ ഒരു വെള്ളത്തിനടിയിൽ ഫുള്ള് പവിഴപ്പുറ്റുകളും പല കളറിലുള്ള മത്സ്യങ്ങളുമാണ്. ഞാനതിന്റെ
വീഡിയോ ഇതിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ അതിന്റെ ഒരു എത്രയാണ് മനോഹരം എന്നുള്ള കാര്യം മനസ്സിലാവും. ഒരാൾക്ക് അവിടെ സ്കൂബയ്ക്ക് ആയത് 3500 രൂപയാണ്, രണ്ടുപേർക്ക് കൂടെ 7000 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇത് എക്സ്പെൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപ് പോയാൽ എന്താണെങ്കിലും ഈ ഒരു ഫണ്ടൂടെ റെഡി ആക്കിക്കൊണ്ട് പോവുക. സ്കൂബയ്ക്ക് ഉറപ്പായിട്ടും പോവുക കേട്ടോ. ആദ്യം ഒന്ന് ചെറിയൊരു ഭയമൊക്കെ തോന്നുമെങ്കിലും വെള്ളത്തിന്റെ അടിയിൽ ചെന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ പേടിയൊക്കെ അങ്ങ് പോവും, ഓക്കെ ആവും. കാരണം നമ്മളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വേറിയത്തിനകത്ത് കയറിയിരുന്ന ഒരു ഫീലാണ്. നമുക്ക് നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ നമ്മളെ കവർ ചെയ്യും, ഓരോന്ന് തൊട്ടും ഒക്കെ നോക്കി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ സ്കൂബ ഉണ്ട്. ഇതിന് പുറമെ തന്നെ അവിടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ലാത്ത പല വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ എക്സ്ട്രാ കൊടുത്ത് വാട്ടർ ആക്ടിവിറ്റീസിന് പോവാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പാക്കേജിൽ നിന്നല്ലാതെ ഈ ഒരു സ്കൂബയ്ക്ക് മാത്രമേ പോയുള്ളൂ, ഈ 3500 ഒരാൾക്ക് കൊടുത്തിട്ട്. കാരണം പാക്കേജിൽ തന്നെ കയാക്കിംഗ് ഉണ്ടായിരുന്നു, ഗ്ലാസ് ബോട്ട് റൈഡ്, പിന്നെ അല്ലാതെ തന്നെ ഡോൾഫിൻ വാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ പാക്കേജിൽ ഉണ്ട്. ഇതിന് പുറമെ സ്കൂബ കൂടെ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ആകെ എക്സ്പെൻസ് വന്നത് ഈ സ്കൂബയ്ക്ക് പോകാനും പിന്നെ അവിടെ ചെന്നിട്ട് ചായയും ഒരു സാൻഡ്വിച്ച് അങ്ങനെയുള്ള എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാൻ, അതൊക്കെ അങ്ങനെയുള്ള ചാർജസേ വന്നുള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ലക്ഷദ്വീപിൽ ഒരു ഹൽവയുണ്ട്, ലക്ഷദ്വീപ് ഹൽവ എന്ന് പറഞ്ഞ ഒരു സംഭവം. അങ്ങനെയുള്ള ഫുഡ്, അവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അവിടെ ഒരു മീര എന്നുള്ള സംഭവമുണ്ട്. മീര എന്ന് പറയുമ്പോൾ ഒരു കള്ള് ടൈപ്പ് ഓഫ് കള്ളാണ് കേട്ടോ, അതുണ്ട്. പിന്നെ അവിടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ അച്ചാറുകളുണ്ട്, അവരെ പ്രത്യേക സ്വീറ്റ് സ്നാക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാം. ഞങ്ങൾ ഇതിൽ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ മീര മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പിക്ക് ഇത്ര രൂപയെന്നുണ്ട്, കള്ള് പോലത്തെ ഒരു സംഭവമാണ്. അത് മേടിച്ചു. ദെൻ ലക്ഷദ്വീപ് ഹൽവ മേടിച്ചു. അത് ഒരെണ്ണത്തിന് ഒരു പീസിന് 25 സംതിങ് ആണ് വന്നത്. അപ്പൊ ലക്ഷദ്വീപ് പോയിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ടൊരു 1,500 രൂപയ്ക്ക് ഹൽവ അങ്ങനെ മേടിച്ചുകൊണ്ടാണ് വന്നത്. സോ അതവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതിനനുസരിച്ച് എക്സ്പെൻസസും ഉണ്ടാവും കേട്ടോ. ദെൻ ഇത്രയാണ് ലക്ഷദ്വീപ് പോകാൻ വരുന്ന ഒരു ചാർജ്. അപ്പൊ നിങ്ങൾ ലക്ഷദ്വീപ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാക്കേജിന്റെ കോസ്റ്റ് നോക്കുക, ഫ്ലൈറ്റ് ചാർജസ് നോക്കുക, പിന്നെ സ്കൂബയ്ക്ക് പോകാനായിട്ടുള്ള ഒരു 3500 കൂട്ടുക. ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപ് പോയിട്ട് വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു അറൗണ്ട് നിങ്ങളുടെ കയ്യിലൊരു 20,000 അല്ലെങ്കിൽ 25,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ലക്ഷദ്വീപ് പോയിട്ട് തിരിച്ച് നമുക്ക് നാട്ടിൽ വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് പാക്കേജ് ഒക്കെ എടുക്കുമ്പോൾ അവർ പറയുമല്ലോ 3000 രൂപ ഉണ്ടെങ്കിൽ പോയിട്ട് വരാന്നൊക്കെ. അതൊക്കെ പോയിട്ട് വരാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെ നിൽക്കേണ്ടി വരും. തിരിച്ച് നമുക്ക് നാട്ടിൽ വരണമെങ്കിൽ എക്സ്ട്രാ ചാർജസ് ആവും കേട്ടോ. ദെൻ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ദെൻ ഇതിന് പുറമെ ഞങ്ങൾക്ക് വന്ന വേറെ ചാർജസ് എന്ന് വെച്ചാൽ 3 ദിവസം അവിടെ നിൽക്കാനായിട്ടുള്ള തുണിയൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ഡ്രീം ട്രിപ്പാണല്ലോ, അത്യാവശ്യം നല്ല തുണികളൊക്കെ മേടിച്ചിട്ട് പോയി. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചെലവുകളാണ്. അങ്ങനെ ഞങ്ങൾക്ക് അറൗണ്ട് ഒരു 70,000 രൂപയാണ് ലക്ഷദ്വീപ് പോയിട്ട് തിരിച്ചു വരാനായത്, രണ്ടുപേർക്കും കൂടെ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരാൾക്കൊരു 35,000 രൂപയായി. 35,000 ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വന്ന ചില അഡീഷണൽ ചെലവ് കാരണമാണ് ഈ ഒരു എമൗണ്ട് വന്നത്. നിങ്ങളുടെ ഒരു 20,000 to 25,000 ഒരാൾക്കായിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപ് പോയിട്ട് വരാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് 2 പേരായോണ്ടാണ് പാക്കേജിൽ ഈ ഒരു ചാർജ് വന്നത്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, ഒരു 6-7 പേരൊക്കെ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പാക്കേജ് നോക്കിയെടുക്കുക. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ പാക്കേജിൽ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും കൊടുക്കുന്ന പാക്കേജ് 4 days 3 nights എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കരുതും നമ്മൾ ലക്ഷദ്വീപിൽ 4 days കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു 10 മണിയോടുകൂടി 9:30-10 മണിയോടുകൂടിയാണ് അകത്തി എയർപോർട്ടിൽ എത്തുന്നത്. അവിടെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചല്ല നമ്മൾ അവിടുത്തെ റൂമിൽ ഫസ്റ്റ് ചെല്ലുന്നത് ആദ്യത്തെ ഡേയിൽ ഒരു 11-11:30 മണിയോടുകൂടിയാണ്. ഓക്കെ, അവിടെ നട്ടുച്ചയ്ക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ റൂമിൽ ചെല്ലുന്നത്. അപ്പോൾ നട്ടുച്ചയ്ക്ക് നമുക്ക് അവിടെ പുറത്തൊന്നും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അതുപോലെയുള്ള വെയിലാണ്. നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ, അത്രയ്ക്കും വെയിലാണ്. അവർ ആ സമയത്ത് നിങ്ങൾ അവരോടും കൊണ്ടുപോയില്ല. നമ്മൾ ഇറങ്ങിയാലും നമ്മൾ തിരിച്ച് റൂമിൽ കയറും വെയിൽ കാരണം. സോ നമ്മൾ ഫസ്റ്റ് ഡേയുടെ പകുതി അങ്ങനെ അവിടെ പോവും. ഫസ്റ്റ് ഡേയിലെ ഏകദേശം ഒരു വൈകിട്ട് 4 മണിയോടുകൂടിയാണ് നമ്മളെ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകുന്നത്. ബീച്ചിലൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്നത്. അവിടെ ഫുള്ള് കാണാനുള്ളത് ബീച്ചസ് ആണ്, പല ബീച്ചുകൾ. അങ്ങനെ ബീച്ചിൽ കൊണ്ടുപോകും. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ 4 മണിക്കാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷദ്വീപിൽ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അവിടെ തന്നെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉറങ്ങി എണീറ്റ് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ലക്ഷദ്വീപിൽ. വാട്ടർ ആക്ടിവിറ്റീസ് ആയും മറ്റ് റൈഡിങ് ആയിട്ടും പല കാര്യങ്ങളിലായിട്ട് 2 ദിവസം ഫുള്ള് നമ്മൾ അവിടെ ഉണ്ട്. 4ാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്, എയർപോർട്ടിലേക്ക് വരുന്നു, ഫ്ലൈറ്റ് കയറി തിരിച്ചു വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 ഡേയ്സ് പാക്കേജ് എടുത്താൽ 2 ദിവസം മാത്രമേ നിങ്ങൾ അവിടെ ഫുള്ളുള്ളൂ. ബാക്കി ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും ആയിട്ട് അവിടെ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ലക്ഷദ്വീപ് നിങ്ങൾ പോകുന്നതിന് മുന്നേ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ കൊണ്ടുപോവുക കേട്ടോ. കാരണം നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും നമ്മൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മുഖവും പിന്നെ കൈയുടെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് നട്ടുച്ച സമയത്താണല്ലോ. അപ്പോൾ ഫുള്ള് ഈ വെയിലെല്ലാം നമുക്ക് ഈ കടലിൽ വെച്ച് നമ്മുടെ ദേഹത്തേക്കാണ് ഈ വെയിലെല്ലാം അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് വരാത്ത ഇങ്ങനെ കഴുത്ത് പോർഷൻ, മുഖം, കൈ ഇങ്ങനെയുള്ള പോർഷൻ എല്ലാം നല്ല ടാൻ ഉണ്ടാവും തിരിച്ച് നമ്മൾ നാട്ടിൽ വരുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും കൊണ്ടുപോവുക. മാക്സിമം കൈ നീളമുള്ള ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. അല്ല, ഫുൾ സ്ലീവ് ഇല്ലെങ്കിൽ കൈ മറയ്ക്കുന്ന രീതിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. പിന്നെ ലക്ഷദ്വീപ് ചെന്നാൽ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം നമ്മൾ ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആണ്, അതായത് സ്കൂബ, കയാക്കിങ്, മറ്റ് റൈഡ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഒരു 2-3 ജോഡി വാട്ടർ നോക്കെ ആയിട്ടുള്ള, അതായത് സ്വിമ്മിങ് ഡ്രസ്സുകളൊക്കെ ഇല്ലേ, സ്വിമ്മിങ് ഡ്രസ്സ് അല്ലെങ്കിലും നമ്മുടെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് തുണികൾ വേണം നിങ്ങൾ മാക്സിമം കൊണ്ടുപോകാനായിട്ട്, അവിടെ ഇടാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് കട്ടിയുള്ള ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ സ്കൂബയ്ക്ക് പോകുന്നതെങ്കിൽ ഭയങ്കര പാടായിരിക്കും, നമുക്ക് നീന്തി കാല് വെച്ച് തുഴഞ്ഞൊക്കെ പോകാൻ പാടായിരിക്കും. സോ കട്ടി കുറഞ്ഞ വെള്ളം പെട്ടെന്ന് വലിച്ചെടുത്ത് ഉണക്കുന്ന ടൈപ്പ് തുണികൾ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ അവിടെ പോകുമ്പോൾ കയ്യിൽ ഒരുപാട് ഫണ്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് ഈ ഏജൻസിക്കാരും പറയുന്നുണ്ട്. നമുക്ക് സ്കൂബയ്ക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് മാത്രം ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ നെറ്റ്വർക്കും അവിടെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ജിയോയുടെ ഒരു സിഗ്നൽ പോലും അവിടെ ലഭിക്കില്ല. നമ്മുടെ റൂമിലാണെങ്കിൽ നമുക്ക് വൈഫൈ ഫെസിലിറ്റി ഉണ്ടാവും. പക്ഷേ BSNL-ഉം ഐഡിയ സിമ്മും ഏതെങ്കിലും ഒരു സിമ്മ് നിങ്ങളുടെ കയ്യിൽ ലക്ഷദ്വീപ് ചെല്ലുമ്പോൾ ഉണ്ടാവണം കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ BSNL സിമ്മാണ് ഉണ്ടായിരുന്നത്, ഐഡിയ അല്ലാതെ തന്നെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജിയോയുടെ നമ്മുടെ 2 സിമ്മിൽ ഒരു സിമ്മും വർക്കായില്ല, ഒട്ടും സിഗ്നൽ ഇല്ല അവിടെ, അങ്ങനെ ഒരു ഏരിയ ആണ്. പിന്നെ ഐഡിയ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു, നെറ്റ്വർക്കൊക്കെ ഉണ്ടായിരുന്നു. BSNL-ഉം നമുക്ക് വിളിക്കാനും നെറ്റ്വർക്കും ഒക്കെ ഉണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു. നമ്മൾ പാക്കേജ് എടുക്കുന്ന സമയത്ത് ഇന്ന ഐലൻഡിൽ അവർ കൊണ്ടുപോകുന്ന ആ പാക്കേജിൽ പറഞ്ഞിരിക്കും, ഫസ്റ്റ് ഡേയിൽ ഈ ഒരു ഐലൻഡിൽ കൊണ്ടുപോകും. നമുക്ക് ഐലൻഡിൽ കൊണ്ടുപോകുന്ന വെച്ചാൽ ഒരു ബോട്ടിൽ കയറ്റി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ഐലൻഡിൽ എത്തും. ഇപ്പൊ തിന്നക്കര ഐലൻഡ്, അങ്ങനെ കുറച്ച് ഐലൻഡ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ആ ഐലൻഡിലേക്കുള്ള എൻട്രികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേറെ ഐലൻഡ് ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ മഴയൊക്കെ അടുത്ത ആ ഒരു സമയമായിരുന്നു, സീസണൊക്കെ തീരാറായ സമയത്താണ് ഏകദേശം നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഏപ്രിൽ സമയത്തെങ്കിലും പോകാൻ നോക്കുക കേട്ടോ. സീസൺ തീരുന്ന സമയത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ മറ്റ് ഐലൻഡിലൊന്നും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ സീസൺ അല്ലാത്ത സമയത്ത്, മഴ സമയത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്ടർ ആക്ടിവിറ്റീസിലും പോകാനും പറ്റില്ല. സോ ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു സമയം നോക്കി എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസം മുന്നെയെങ്കിലും ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ കമന്റിൽ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞു തരാം. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ